പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായുമായ സത്യേക ദൈവത്തിന്റെ വലിയ നാമത്തിൽ മഹത്വം ഉണ്ടായിരിക്കട്ടെ. നമ്മുടെ മേൽ തന്റെ കരുണയും മനോഗുണവും എന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. ഹായ് സ്ലോമോ ഷിബു ജേക്കബച്ചായൻ. സ്ലോമോ, ഗുഡ് ഈവനിങ് ആൽബി. താങ്ക് യു. ഗുഡ് ഈവനിങ്. ഇന്ന് പരിശുദ്ധ നൊയമ്പിന്റെ രണ്ടാമത്തെ ശനിയാഴ്ച, നാളെ പരിശുദ്ധ നൊയമ്പിന്റെ മൂന്നാമത്തെ ഞായറാഴ്ചയിലേക്ക് കടന്നുകൊണ്ടിരിക്കുന്ന അവസരത്തില് ഒരിക്കൽ കൂടി എല്ലാവരോടൊത്ത് ലൈവ് ചെയ്യുവാനും എല്ലാവരെയും സത്യസുവിശേഷത്തിന്റെ ചില ഭാഗങ്ങള് എല്ലാവരോടൊത്ത് സംസാരിക്കാനും ദൈവം ഒരുക്കിയ അവസരത്തിനായി സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ ദിവസങ്ങളില് നമ്മൾ ചെയ്ത ലൈവുകള് ലോകത്തിന്റെ നാനാഭാഗങ്ങളിലുള്ള അനേകർക്ക് ഒരു പുതിയ അനുഭവമായി തീർന്നു എന്ന് പലരിൽ നിന്നും കഴിഞ്ഞ ദിവസങ്ങളിൽ എന്നെ ടെലിഫോൺ ചെയ്തും ഒക്കെ ആയിട്ട് വിളിച്ചു പറഞ്ഞതിൽ വളരെ സന്തോഷം തോന്നുന്നുണ്ട്. പ്രത്യേകിച്ച് സുറിയാനി സഭയിൽ നിന്ന് കഴിഞ്ഞ കാലങ്ങളിൽ തെറ്റിപ്പോയിട്ട് മടങ്ങി വന്ന ആളുകൾക്ക് ഒരുപാട് പ്രചോദനമായി, ഒരുപാട് അറിവുകൾ പകർന്നു എന്ന് പറഞ്ഞുകൊണ്ട് അനേകര് വിളിച്ചു. ആ അറിയിച്ച എല്ലാവരോടുള്ള നന്ദി ഈ സമയത്ത് അറിയിക്കുന്നു. കഴിഞ്ഞ പ്രാവശ്യം ഈ ലൈവില് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ വിശ്വാസികളെയും ദൈവനാമത്തിൽ സ്വാഗതം ആശംസിച്ചുകൊണ്ട്, കഴിഞ്ഞ ആഴ്ച നമ്മൾ പറഞ്ഞത് ധൂപപ്രാർത്ഥനയുടെ പ്രാധാന്യം, അതുമായിട്ട് ബന്ധപ്പെട്ട് കുറെ കാര്യങ്ങളായിരുന്നു. അപ്പോ കഴിഞ്ഞ രണ്ടാഴ്ചക്ക് മുമ്പ് ദൈവമാതാവിന്റെ നാമത്തിലുള്ള ധൂപപ്രാർത്ഥനയെ പറ്റിയാണ് നമ്മൾ ചർച്ച ചെയ്തത്. ധൂപപ്രാർത്ഥന എന്താണെന്നും അതിന്റെ വിവിധ ഭാഗങ്ങൾ എന്തൊക്കെയാണ്, അതെല്ലാം കൂടെ കഴിഞ്ഞ ആഴ്ചന്റെ ആ കൺക്ലൂഡിങ് ഒന്ന് ചുരുക്കി ഷിബു ജേക്കബച്ചൻ പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ ലൈവ് നമുക്ക് തുടങ്ങാം. തീർച്ചയായിട്ടും. ധൂപപ്രാർത്ഥന എന്ന് പറയുന്നത് സുറിയാനി സഭയിലെ ധൂപാർപ്പണത്തോടു കൂടി, അതായത് ധൂപകുറ്റിയിൽ കുന്തിരിക്കം നിറച്ച് അതിന്റെ ധൂപാർപ്പണത്തോടു കൂടി ആ പുരോഹിതൻ നിർവഹിക്കുന്ന പ്രാർത്ഥനയാണ് ധൂപപ്രാർത്ഥന. ഈ ധൂപപ്രാർത്ഥന ഒരു ചാക്രിക പ്രാർത്ഥനകളാണെന്ന് പറഞ്ഞാൽ, ചാക്രിക എന്ന് പറഞ്ഞാൽ അതിൽ 4 സെക്ഷനുകളുണ്ട്. ആദ്യം ഒരു സങ്കീർത്തന ഭാഗം നമ്മൾ പാടും. രണ്ടാമത് എഗ്ബോ എന്ന് പറയുന്ന, അല്ലെങ്കിൽ പടി, സ്റ്റെയർസ് എന്ന് പറയുന്ന ഒരു ചെറിയ ഗീതമാണ്. അതിനുശേഷം കോലോകൾ എന്ന് പറയുന്ന തിയോളജി ഉൾപ്പെടുന്ന ഗീതങ്ങൾ വരും. അതിനുശേഷം അപേക്ഷകളായിട്ടുള്ള ബോവൂസോ എന്ന് പറയുന്ന 4ാമത്തെ ഭാഗം. ഈ 4 ഭാഗങ്ങളാണ് ഒരു ധൂപപ്രാർത്ഥന, അല്ലെങ്കിൽ ഒരു കുക്ലിയോൻ എന്നതിനെ വിളിക്കും സുറിയാനില്. അപ്പോൾ അതില് ആ ഒരു സൈക്കിൾ, അല്ലെങ്കിൽ ഒരു ചാക്രിക പ്രാർത്ഥനകൾ കഴിയുമ്പോൾ അടുത്തതിലേക്ക് നമ്മൾ പോകും. അങ്ങനെ 5 വിധത്തിലുള്ള ധൂപപ്രാർത്ഥനകൾ നമുക്ക് സഭയിൽ കാണാം. ആദ്യത്തേത് പരിശുദ്ധ മാതാവിന്റെ നാമത്തിലുള്ളതാണ്. നമ്മൾ കഴിഞ്ഞ ലൈവിൽ അത് സംസാരിച്ചു കഴിഞ്ഞു. അടുത്തതായിട്ടുള്ളത് പരിശുദ്ധന്മാര്, അവരുടെ നാമത്തിലുള്ള ധൂപപ്രാർത്ഥനയാണ്. അത് കഴിഞ്ഞ് വാങ്ങിപ്പോയ ആചാര്യന്മാർ, പുരോഹിതന്മാർ, അവരുടെ നാമത്തിലുള്ളതും, ഏറ്റവും അവസാനമായിട്ട് പരേതരായ വാങ്ങിപ്പോയ സകലരെ ഓർത്തുള്ള ധൂപപ്രാർത്ഥനയാണ്. ഇത് കൂടാതെ വിശുദ്ധ സ്ലീബായുടെ നാമത്തിലുള്ള ഒരു ധൂപപ്രാർത്ഥന കൂടി പെരുന്നാളോടനുബന്ധിച്ച് നമ്മൾ അനുഷ്ഠിക്കാറുണ്ട്. ഇതാണ് ധൂപപ്രാർത്ഥനയെ പറ്റിയുള്ള ഒരു സമ്മറി. ഇത് കഴിഞ്ഞ ആഴ്ച ചെയ്തതിന്റെ സമ്മറിയാണ് പറഞ്ഞത്. ഈ ആഴ്ച നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതും നമ്മുടെ സങ്കീർത്തന ഭാഗത്തില് പറയുന്ന പരിശുദ്ധന്മാരോടുള്ള പ്രാർത്ഥന, അതുമായിട്ടുള്ള ഭാഗങ്ങൾ ആയിരിക്കും ഇന്ന് നമുക്ക് ചിന്തിക്കാനുള്ളത്. അതിനകത്ത് പരിശുദ്ധന്മാരുടെ നാമത്തിൽ ധൂപപ്രാർത്ഥനകൾ അർപ്പിക്കുന്ന ഗീതങ്ങളുണ്ട്. അതിന്റെ സങ്കീർത്തന ഭാഗം വായിച്ചുകൊണ്ട് തന്നെ നമുക്ക് തുടങ്ങാമായിരിക്കും. അതിന്റെ പ്രധാനമായിട്ട് നമ്മൾ സങ്കീർത്തന പുസ്തകം 92-ാം അധ്യായം 12 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ ഞാനൊന്ന് വായിക്കാം. നീതിമാൻ പന പോലെ തഴയ്ക്കും, ലെബാനോനിലെ ദേവദാരു പോലെ വളരും. യഹോവയുടെ ആലയത്തിൽ നടുതലയായവൻ നമ്മുടെ ദൈവത്തിന്റെ പ്രാകാരങ്ങളിലും തഴയ്ക്കും. വാർദ്ധക്യത്തിലും അവർ ഫലം കായ്ച്ചുകൊണ്ടിരിക്കും. അവർ പുഷ്ടി വെച്ചും പച്ച പിടിച്ചും ഇരിക്കും. യഹോവ നേരുള്ളവൻ, അവൻ എന്റെ പാറ, അവനിൽ നീതികേടില്ല എന്ന് കാണേണ്ടതിന് തന്നെ. അതെ, ഈ സങ്കീർത്തന ഭാഗത്തെ ആസ്പദമാക്കിക്കൊണ്ടാണ് പരിശുദ്ധന്മാരോടുള്ള ധൂപപ്രാർത്ഥനയുടെ ആ ഗീതം ആരംഭിക്കുന്നത്. അത് നമുക്കൊന്ന് കേട്ടിട്ട് അതിന്റെ ചർച്ചകളിലേക്ക് പോവാം. നയവാൻ പന പോലെ തളർത്തിടുമേ ഹാലേലുയ്യ,
വളരുമവൻ ലബനോൻ കാരകിൽ പോൽ. വൃദ്ധതയിലും അവർ തളിരിട്ടു തഴച്ചിടുമേ. ഹാലേലുയ്യ. വർദ്ധിക്കും അവർക്കു തുഷ്ടി പുഷ്ടികളും. ബാറക്മോ. അതാണ് അതിന്റെ ധ്രുവഗീതം, സങ്കീർത്തന ഭാഗം. അത് നമ്മൾ ആ സങ്കീർത്തനത്തിൽ വായിച്ച് കേട്ടതുപോലെ തന്നെ അതില് നയവാൻ നീതിജ്ഞൻ പന പോലെ തളർക്കും, അവൻ ലബാനോനിലെ ദേവദാരു പോലെ തഴയ്ക്കും. അപ്പോ പച്ചപ്പ്, തളിര് തുടങ്ങിയ കാര്യങ്ങൾ ദൈവാനുഗ്രഹത്തെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. നമുക്കറിയാം, മരുഭൂമിയിലെ വളരെ പ്രതികൂലമായ കാലാവസ്ഥ തരണം ചെയ്യാൻ കെൽപ്പുള്ള പുല്ലുവർഗത്തിൽപ്പെട്ടതാണെങ്കിലും അതിലുള്ള ഒരു വൃക്ഷമാണ് പന എന്ന് പറയുന്നത്. നമുക്ക് പഴയ നിയമകാലം മുതൽ തന്നെ ഈ പനകളുടെ ഒരു പ്രാധാന്യം അതുമായിട്ട് ബന്ധപ്പെട്ട് ആ ഒരു ദേശത്തിന്റെ പ്രത്യേകതയായിരിക്കും യഹൂദാ ദേശത്തിലെ. അപ്പൊ അവിടെയുള്ള ആ പന പോലെ നീതിമാൻ തഴയ്ക്കും. അതുപോലെ ദേവദാരു നമ്മൾ നോക്കിയാൽ അറിയാം, ദേവദാരു വൃക്ഷവും അത് പൈൻ വർഗത്തിൽപ്പെട്ടതാണ്, വളരെ ഉയരത്തിൽ വളരുന്നതാണ്, നിത്യഹരിതമാണ്, അതിന്റെ ഇല പൊഴിക്കാറില്ല. അങ്ങനത്തെ ഒരു വൃക്ഷമാണല്ല ഈ ദേവദാരു എന്ന് പറയുന്നത്, സെഡാർ വൃക്ഷം എന്ന് പറയുന്നത്. അപ്പോൾ 1-ാം സങ്കീർത്തനത്തിൽ നമ്മൾ വായിക്കാറുണ്ട്, യഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ച് അവന്റെ ന്യായപ്രമാണത്തെ രാപ്പകൽ ധ്യാനിക്കുന്നവൻ ഭാഗ്യവാൻ. അവൻ ആറ്റരികത്ത് നട്ടിരിക്കുന്നതും തക്ക കാലത്ത് ഫലം കായ്ക്കുന്നതും ഇലവാടാത്തതുമായ വൃക്ഷം പോലെ ഇരിക്കും. ഇതേ ആശയത്തിലാണ് ഈ ഗീതം നമ്മൾ പാടുന്നത്. നീതിമാൻ പന പോലെ തഴയ്ക്കും. തൽക്കാലത്തേക്ക് അവരുടെ ജീവിതത്തിൽ പ്രയാസങ്ങളോ ബുദ്ധിമുട്ടുകളോ ഒക്കെ വന്നേക്കാം, പക്ഷേ ആത്യന്തികമായിട്ട് അവരുടെ കൂടെ ദൈവത്തിന്റെ സ്നേഹവും ദൈവത്തിന്റെ കരുതലും എന്നും ഉണ്ടായിരിക്കും എന്നുള്ളതാണ് ഈ ഗീതത്തിന്റെ അർത്ഥം. അപ്പം അടുത്തതായിട്ട് ഓർത്തഡോക്സുകാർ സാധാരണ അഭിമുഖീകരിക്കുന്ന ഒരു ചോദ്യമുണ്ട്. മരിച്ചുപോയ ആളുകളോട് മധ്യസ്ഥ യാചിക്കുന്നത് എന്തെങ്കിലും പ്രയോജനമുണ്ടോ? അത് ഫലശൂന്യമായിട്ടുള്ള കാര്യമല്ലേ? മരിച്ചവർ ഒരിക്കലും ദൈവമായിട്ട് ഉള്ള സമ്പർക്കം ഇല്ല എന്ന തരത്തിലുള്ള ചോദ്യങ്ങള് പ്രത്യേകിച്ച് പ്രൊട്ടസ്റ്റന്റ് പെന്തക്കോസ്ത് സഹോദരങ്ങളൊക്കെ ഉയർത്തുന്ന ഒരു വാദമാണ്. എന്തിന്റെ അടിസ്ഥാനത്തിലാണ് വിശുദ്ധന്മാരോട് സഭ മധ്യസ്ഥ പ്രാർത്ഥന നടത്തുന്നത്? അതെ, ഇത് കഴിഞ്ഞ 2 ലൈവുകളിൽ നമ്മൾ ഈ ഒരു ഭാഗത്തിനെ പറ്റി ചെറുതായിട്ട് സംസാരിച്ചു പോയതാണ്. വീണ്ടും ഒരിക്കൽ കൂടി സാന്ദർഭികമായിട്ട് അതിനെപ്പറ്റി പറയാം. ഇവിടെ പരിശുദ്ധന്മാരോടുള്ള മധ്യസ്ഥ പ്രാർത്ഥന എന്നതിനേക്കാൾ കൃത്യമായ ഒരു വാക്ക് പരിശുദ്ധന്മാർ നമ്മളോടൊപ്പം ചേർന്ന് നിന്ന് പ്രാർത്ഥിക്കുന്നു എന്നുള്ളതാണ്. പക്ഷപാത പ്രാർത്ഥന എന്ന് വേണമെങ്കിൽ നമുക്ക് മലയാളത്തിൽ പറയാം. ഇപ്പൊ നമ്മൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് പറയുന്നത് പോലെയാണ് പരിശുദ്ധന്മാരോട് നമ്മൾ പ്രാർത്ഥിക്കുവാനായിട്ട് ആവശ്യപ്പെടുന്നത്. അതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, സഭയ്ക്ക് ദൃശ്യവും അദൃശ്യവുമായിട്ടുള്ള 2 ഭാഗങ്ങളുണ്ട് എന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞതാണ്. അപ്പോ എബ്രായ ലേഖനം 12-ാം അധ്യായത്തിൽ നമുക്കറിയാം, സാക്ഷികളുടെ വലിയൊരു സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നത് കൊണ്ടെന്ന് പൗലോസ് എബ്രായ ലേഖനകാരൻ പറയുന്നുണ്ട്. അപ്പൊ അവിടെ ഇംഗ്ലീഷിൽ അത് ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് ക്ലൗഡ് ഓഫ് വിറ്റ്നസസ് എന്നാണ്. ക്ലൗഡ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം മേഘം എന്ന് പറഞ്ഞ പോലെയാണ്. ഉദാഹരണം പറഞ്ഞാൽ ആൽബിക്കറിയാം, ക്ലൗഡ് എന്ന് പറഞ്ഞാൽ മൂടൽ മഞ്ഞ് ചിന്തിക്കുക. ഇപ്പൊ മൂടൽ മഞ്ഞ് എന്ന് പറഞ്ഞാൽ ഭൂമിയുടെ ഉപരിതലത്തിനടുത്ത് ഉണ്ടാവുന്ന ഒരു മേഘമാണ് സത്യത്തിൽ മൂടൽ മഞ്ഞ്. അപ്പൊ ഈ മൂടൽ മഞ്ഞ് എങ്ങനെയാണ് ഉണ്ടാവുന്നതെന്ന് അറിയാമായിരിക്കുമല്ലോ. കാരണം അന്തരീക്ഷ വായുവിലുള്ള ഈർപ്പം അതിനൊരു പ്രത്യേക താപനിലയ്ക്ക് താഴെ ആ വായുവിന്റെ താപനില എത്തുമ്പോൾ ആ അന്തരീക്ഷത്തിലുള്ള കണികകൾ നമുക്ക് കാണാൻ തക്കതുപോലെ ആവുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ പെട്ടെന്ന് ഏതോ ഒരു സ്ഥലത്തു നിന്ന് മഞ്ഞ് വന്ന് ഇറങ്ങുകയല്ല. അവിടെ തന്നെ ഉണ്ടായിരുന്ന ജലകണികകൾ നമുക്ക് കാണാൻ തക്ക ഒരു രീതിയിലേക്ക് വരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതുപോലെ ഈ ക്ലൗഡ് ഓഫ് വിറ്റ്നസസ് എന്ന് പറയുമ്പോൾ ഇവരെ നമുക്ക് അദൃശ്യമായിട്ട് നമ്മുടെ ചുറ്റും നിൽക്കുകയാണ്. നമുക്കറിയാം, പഴയ നിയമത്തിൽ ഗേഹസിയുടെ കണ്ണ് തുറക്കുമ്പോൾ പെട്ടെന്ന് ആ മലയ്ക്ക് ചുറ്റും മാലാഖമാരുടെ സൈന്യങ്ങൾ നിൽക്കുന്നതായിട്ട് നമുക്ക് കാണുന്നുണ്ട്. എന്ന് പറഞ്ഞതുപോലെയാണ് സഭയ്ക്ക് ദൃശ്യവും അദൃശ്യവുമായിട്ടുള്ള ഭാഗങ്ങളുണ്ട്. അതിൽ കർത്താവിന്റെ ശരീരമായ ഈ സഭയിൽ ഉള്ള സജീവരായ അംഗങ്ങളാണ് വാങ്ങിപ്പോയവരെങ്കിലും ഇവിടെ നിന്ന് കടന്നുപോയിട്ടുള്ള വിശ്വാസികളും പരിശുദ്ധന്മാരും. നമുക്ക് മറ്റൊരു ഉദാഹരണം നോക്കിയാൽ നമുക്കറിയാം, അപ്പസ്തോല പ്രവൃത്തികളിൽ ശൗലിനെ കർത്താവ് ആദ്യമായിട്ട് കണ്ടുമുട്ടുമ്പോൾ, ശൗലെ നീ എന്നെ ഉപദ്രവിക്കുന്നത് എന്ത് എന്നാണ് കർത്താവ് ചോദിക്കുന്നത്. അവിടെ ശരിക്കും കർത്താവിനെ നേരിട്ട് ശൗൽ ഒന്നും തന്നെ ആ ഒരു കാലഘട്ടത്തിൽ ഉപദ്രവിച്ചായിട്ട് നമ്മൾ കാണുന്നില്ല. പക്ഷെ കർത്താവിന്റെ സഭയെ ഉപദ്രവിക്കുമ്പോൾ അത് കർത്താവിനെ തന്നെ ഉപദ്രവിക്കുന്നതായിട്ടാണ് കർത്താവ് കാണുന്നത്. അതുപോലെ ലൂക്കോസിന്റെ സുവിശേഷം 20-ാം അധ്യായം 38-ാം വാക്യത്തിൽ നമ്മൾ കാണുന്നുണ്ട്, യേശു കർത്താവ് തന്നെ പറയുകയാണ്, ദൈവമോ മരിച്ചവരുടെ ദൈവമല്ല, ജീവനുള്ളവരുടെ ദൈവം അത്രേ. കാരണം എല്ലാവരും അവന് ജീവിച്ചിരിക്കുന്നുവല്ലോ. അപ്പൊ ദൈവത്തിന്റെ കാഴ്ചപ്പാടിൽ, ദൈവത്തിന്റെ ഒരു കാഴ്ചയിൽ ആരും തന്നെ മരിച്ചവരായിട്ടില്ല, അവരുമായിട്ട് സമ്പർക്കത്തിലില്ലാത്തവരില്ല. എല്ലാവരും ദൈവത്തിനെ സംബന്ധിച്ചിടത്തോളം സജീവരാണ്.
അപ്പോ മരിച്ചവർക്ക് പക്ഷപാതം ചെയ്യാൻ സാധിക്കുമോ, സംസാരിക്കാൻ സാധിക്കുമോ നമുക്ക് ഒരുപക്ഷെ സംശയം തോന്നിയേക്കാം. 1-2 ഉദാഹരണങ്ങൾ ഞാൻ പറയാം. ധനവാന്റെയും ലാസറിന്റെയും ഉപമ നോക്കുക. അവിടെ ധനവാൻ അബ്രഹാം പിതാവിനോടും അബ്രഹാം പിതാവ് തിരിച്ച് ധനവാനോട് സംവദിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അതുപോലെ കർത്താവ് താബോർ മലയിൽ വെച്ച് രൂപാന്തരപ്പെടുമ്പോൾ മോശയും ഏലിയാവും കർത്താവിനോട് സംസാരിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നു. കർത്താവ് അവരോട് തിരിച്ചും സംസാരിക്കുന്നു. ഇനി നമുക്ക് മറ്റൊരു ഉദാഹരണം, ഈ വാക്യങ്ങൾ വേണ്ടുന്നവർക്ക് വർഷങ്ങൾക്ക് മുമ്പേ മരിച്ചുപോയ വ്യക്തികളായിരുന്നു ശരീരപ്രകാരം. അതെ, അവർ ശരീരപ്രകാരം മരിച്ചുപോയവരായിരുന്നു, പക്ഷെ അവർ സജീവരാണ്. ഇനി മറ്റൊരു ഉദാഹരണത്തോട് നമുക്ക് വിശുദ്ധ തിരുവെഴുത്ത് തന്നെ കാണിച്ചു കൊടുക്കാം. യെരമ്യാ പ്രവാചകന്റെ പുസ്തകം 31-ാം അധ്യായം 15 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ ആൽബി ഒന്ന് വായിച്ചാൽ അത് നമുക്ക് പെട്ടെന്ന് വിശദീകരിക്കാവുന്നതാണ്. പുസ്തകം 31-ാം അധ്യായം 15 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ. യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, രാമയിൽ ഒരു ശബ്ദം കേൾക്കുന്നു, വിലാപവും കഠിനമായുള്ള കരച്ചിലും തന്നെ. റാഹേൽ തന്റെ മക്കളെ കുറിച്ച് കരയുന്നു, അവർ ഇല്ലായകയാൽ അവരെ ചൊല്ലി ആശ്വാസം കൈക്കൊള്ളുവാൻ അവർക്ക് മനസ്സില്ല. യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, കരയാതെ നിന്റെ ശബ്ദവും കണ്ണുനീർ വാർക്കാതെ നിന്റെ കണ്ണും അടക്കിക്കൊള്ളുക. നിന്റെ പ്രവൃത്തിക്ക് പ്രതിഫലം ഉണ്ടാകും, അവർ ശത്രുവിന്റെ ദേശത്ത് നിന്ന് മടങ്ങി വരും എന്ന് യഹോവയുടെ അരുളപ്പാട്. നിന്റെ ഭാവിയെക്കുറിച്ച് പ്രത്യാശയുണ്ട്, നിന്റെ മക്കൾ തങ്ങളുടെ ദേശത്തേക്ക് മടങ്ങി വരും എന്ന് യഹോവയുടെ അരുളപ്പാട്. അതെ, ഇവിടെ റാഹേൽ തന്റെ മക്കളെ ചൊല്ലി കരയുകയാണ്. അപ്പം ഇതേ വാക്യം വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ ആ ശിശുക്കളെ ഹെരോദ രാജാവ് കൊല്ലുന്ന ആ ഒരു സന്ദർഭത്തിൽ വിശുദ്ധ മത്തായി ശ്ലീഹ എടുത്ത് അവിടെ ഉദ്ധരിക്കുന്നുണ്ട്. റാഹേൽ തന്റെ മക്കളെ ചൊല്ലി കരയുന്നു, റാമേൽ ഒരു വലിയ ശബ്ദം വിലാപം കേൾക്കുന്നു. യഹോവ അവിടെ നിന്ന് തന്നെ മറുപടി പറയുകയാണ് റാഹേലിനോട്, നിന്റെ ശബ്ദവും കണ്ണുനീരും അടക്കിക്കൊള്ളുക, നിന്റെ പ്രവൃത്തിക്ക് പ്രതിഫലം ഉണ്ടാകും, അപ്പോൾ ശത്രുവിന്റെ ദേശത്ത് നിന്ന് മടങ്ങി വരുമെന്ന് യഹോവയുടെ അരുളപ്പാട്. അപ്പോൾ ഇതേ വിശ്വാസത്തിലാണ് മരിച്ചവർ സജീവരാണെന്ന് പറയുന്നത്. അത് കൂടാതെ അതിന്റെ ഏറ്റവും സുപ്രധാനമായ കാര്യം നമ്മുടെ കർത്താവ് തന്നെ പറഞ്ഞ ഒരു വാക്യമാണ്. വിശുദ്ധ യോഹന്നാൻ ശ്ലീഹായുടെ സുവിശേഷം 6-ാം അധ്യായം 54-ാം വാക്യം. അതിന്റെ ഒരു ഗീതമുണ്ട്, അത് നമുക്കൊന്ന് കേട്ടിട്ട് അതിനെപ്പറ്റി വിശദീകരിക്കാം. എന്റെ ശരീരം വാഴ്ത്തി ചെന്തക്തം പാനം ചെയ്യുവാൻ പാതാളത്തിൽ പോകാനായി വീടാ ഞാൻ, എന്നും അവൻ ജീവിപ്പാൻ അങ്ങെത്തിയിട്ടു മരിച്ചതു ഞാൻ, എന്നും കർത്താൻ തന്നരുളിന്നു മഹത്വം മുറിയോറാഹിൻ മലൈനു ആധാരേ. ഈ ഗീതത്തിൽ നമ്മൾ കേട്ടത് എന്താണ്? കർത്താവ് പറയുകയാണ്, എന്റെ മാംസം തിന്നുകയും എന്റെ രക്തം കുടിക്കുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട്. അതേ കർത്താവ് തന്നെ നമുക്ക് സ്ഥാപിച്ചേൽപ്പിച്ചു തന്നതാണ് വിശുദ്ധ കുർബാന. ആ കുർബാന അനുഭവിക്കുന്നവർക്ക് ഒരിക്കലും മരണം ഉണ്ടാവുകയില്ല. അവർ മറ്റൊരു ലോകത്തേക്ക് വാങ്ങിപ്പോയാലും കർത്താവിന്റെ ശരീരത്തിലെ അംഗങ്ങൾ എന്ന സ്ഥിതിക്ക് കർത്താവിന്റെ ശരീരത്തിന്റെ ഒരു ഭാഗം മരവിച്ചോ അല്ലെങ്കിൽ അഴുകിപ്പോയിട്ടിരിക്കുന്നതായിട്ട് സാധ്യമല്ല. കാരണം അങ്ങനെ സംഭവിച്ചാൽ മരണത്തിന് കർത്താവിന്റെ ശരീരത്തിൽ അധികാരമുണ്ടെന്നാണ് അതിനർത്ഥം. അതുകൊണ്ട് പരിശുദ്ധന്മാരോടുള്ള മധ്യസ്ഥ പ്രാർത്ഥന, സജീവരായിട്ടിരിക്കുന്ന ആൾക്കാരോടുള്ള മധ്യസ്ഥ പ്രാർത്ഥന എന്നാണ് സഭയുടെ വിശ്വാസം. അതാണ് യഥാർത്ഥ സത്യം. അതുകൊണ്ടാണ് പരിശുദ്ധന്മാരോടുള്ള മധ്യസ്ഥ പ്രാർത്ഥന നമ്മൾ നടത്തുന്നത്. ഇനി നമുക്ക് അതിന്റെ എഗ്ബോയിലേക്ക് പോകാൻ തോന്നുന്നു. ഓക്കെ, അടുത്തത് എഗ്ബോ എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ പടി എന്നാണ് അതിനർത്ഥം. അടുത്ത സങ്കീർത്തന ഭാഗം കഴിഞ്ഞിട്ടുള്ള അടുത്ത ഗീതമാണ് എഗ്ബോ. അത് നമുക്കൊന്ന് കേൾക്കാം. എഗ്ബോ പാടുന്നതിന് മുമ്പ് ഒരു കാര്യം പറയാനായിട്ടുള്ളത്, നമ്മളിപ്പോൾ കേൾക്കാൻ പോകുന്ന എഗ്ബോയിൽ മാർത്തോമാ ശ്ലീഹായുടെ പേരാണ് പറയുന്നത്. അപ്പൊ നമ്മുടെ ഓരോ ദേവാലയങ്ങളിലും ഈ എഗ്ബോ നമ്മൾ ഉപയോഗിക്കുമ്പോൾ ആ ദേവാലയം ആരുടെ നാമധേയത്തിലാണോ സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നത് ആ പരിശുദ്ധന്റെ പേരാണ് ഇവിടെ നമ്മൾ പാടുന്നത് സാധാരണ. അല്ലെങ്കിൽ ഒരു പെരുന്നാളാണെങ്കിൽ ആ പെരുന്നാളുകളിൽ വെച്ചിട്ട് ആ ഏത് പരിശുദ്ധന്റെ പെരുന്നാളാണോ ആഘോഷിക്കുന്നത് ആ പേരാണ് അവിടെ പറയുന്നത്. നമുക്ക് ആ ഗീതം ഒന്ന് ശ്രമിക്കാം. ഒരു പോലിങ്ങും മാർത്തോമാ ശ്ലീഹ ഉണ്ടേ മേലും നിന്നോർമ്മ, ഉദഗണമേ നിൻ പ്രാർത്ഥന നിൻ ഓർമ്മയെ ബഹുമാനിച്ചോർക്കായി. ഈ ഗീതത്തിൽ പാടുന്നത് മാർത്തോമാ ശ്ലീഹ, നിന്റെ ഓർമ്മ മേലിലും താഴെ ഭൂമിയിലും ഒരുപോലെ ആഘോഷിക്കപ്പെടുന്നു. നിന്റെ ഓർമ്മയെ ബഹുമാനിച്ചവർക്ക് നിന്റെ പ്രാർത്ഥനകളാൽ സഹായം നേടുവാൻ ഉതകുമാറാകട്ടെ. ഇതാണ് അർത്ഥം.
ഇവിടെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് മാർത്തോമാ ശ്ലീഹായെ സ്തുതിക്കുന്നതായിട്ടല്ല അവിടെ നമ്മൾ സഭ അത് പറയുന്നത്. അവിടെ സ്തുതി കർത്താവിന് തന്നെയാണ് പോകുന്നത്. പ്രാർത്ഥനകളുടെ സഹായം മാത്രമാണ് വിശുദ്ധന്മാരുടെ നമ്മൾ സഭ അർത്ഥിക്കുന്നത്. ഇതാണ് സഭയുടെ പാരമ്പര്യം. അപ്പൊ ഇനി അടുത്തത് നമുക്ക് സാധാരണ എല്ലാവരോടും ചോദിക്കുന്ന ഒരു ചോദ്യത്തിലേക്ക് നമുക്ക് വീണ്ടും കടക്കാം. പ്രത്യേകിച്ച് പ്രൊട്ടസ്റ്റന്റ് പെന്തക്കോസ്ത് വിഭാഗത്തിലുള്ള ആളുകൾ ചോദിക്കുന്നതാണ്. 1 തീമോത്തിയോസ് 2-ാം അധ്യായം 5-ാം വാക്യം എല്ലാവർക്കും സുപരിചിതമാണ്. ദൈവം ഒരുവനല്ലോ, ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥനും ഒരുവൻ, എല്ലാവർക്കും വേണ്ടി മറുവിലയായി തന്നെത്താൻ കൊടുത്ത മനുഷ്യനായ ക്രിസ്തുയേശു തന്നെ. ഈ വചനപ്രകാരം ക്രിസ്തുയേശു അല്ലാതെ മറ്റൊരു മധ്യസ്ഥനില്ല എന്ന രീതിയിലുള്ള വാദങ്ങളുമായിട്ട് അനേകർ വരാറുണ്ട്. പിന്നെ എങ്ങനെയാണ് ഇപ്പൊ ഈ ഭാഗത്ത് നോക്കുമ്പോൾ നമുക്ക് ഒറ്റ നോട്ടത്തിൽ നോക്കുമ്പോൾ മനസ്സിലാവും, എല്ലാരും പറയും ഒറ്റ മധ്യസ്ഥനേ ഉള്ളൂ, അത് ക്രിസ്തുയേശുവാണ്. ഈ ഒരു ചോദ്യത്തിന് എന്താണ് നമുക്ക് പറയാൻ പറ്റുന്നത്? ഓക്കെ, ഈ ചോദ്യം ഞാനും കേട്ടിട്ടുള്ളതാണ്, ഞാനും എന്നോട് ചിലത് ചോദിച്ചിട്ടുള്ളതാണ്. പെട്ടെന്ന് ബൈബിളിൽ നിന്ന് ഒരു വാക്യം മാത്രം എടുത്ത് ഉദ്ധരിച്ചുകൊണ്ട് അതിന്റെ സന്ദർഭമോ അതിന്റെ ഏത് ഭാഗത്തു നിന്നാണോ പറയാതെ പെട്ടെന്ന് കേൾക്കുമ്പോൾ ഓർത്തഡോക്സ് വിശ്വാസികൾ പെട്ടെന്ന് സംശയിച്ചു പോകും. ദൈവം ഒരുവനല്ലോ, ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥനും ഒരുവൻ. യഥാർത്ഥത്തിൽ ഈ ഒരു വാക്ക് മധ്യസ്ഥൻ എന്ന വാക്കിന് അവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത് എന്താണെന്ന് അറിയണമെങ്കിൽ ഈ ബൈബിളിന്റെ മൂലകൃതിയോ അല്ലെങ്കിൽ ഇന്റർലീനിയർ ബൈബിളോ അല്ലെങ്കിൽ ഇംഗ്ലീഷ് ബൈബിളെങ്കിലും എടുത്ത് നിങ്ങൾ വായിച്ചു നോക്കുക. അവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് ഇന്റർസെസർ എന്നല്ല, മീഡിയേറ്റർ എന്നാണ്. യേശു ക്രിസ്തു ദൈവത്തിനും മനുഷ്യർക്കും ഇടയിലുള്ള മീഡിയേഷൻ ആണ് ചെയ്യുന്നത്. അല്ലാതെ യേശു ക്രിസ്തു പിതാവിനോട് അവിടെ ഇരുന്ന് ജോസുകുട്ടന് വിസ കിട്ടണമെന്നോ മേരിക്കുട്ടിക്ക് തലവേദന മാറണമെന്നോ ഉള്ള പ്രാർത്ഥനയല്ല, മീഡിയേഷൻ ആണ്. എന്താണ് ഈ മീഡിയേഷൻ എന്ന് നമുക്ക് നോക്കാം. യേശു ക്രിസ്തു നമുക്കറിയാം, യേശു ക്രിസ്തു ദൈവവുമായിട്ടുള്ള തന്റെ സമത്വം മുറുകെ പിടിക്കാതെ മനുഷ്യരുടെ ഇടയിലേക്ക് ഇറങ്ങി വന്ന് നമ്മുടെ ഇടയിൽ അവൻ കൂടാരം അടിച്ചു. നമ്മുടെ ബലഹീനതകളെ അവൻ ചുമന്നു. ക്രൂശിലെ മരണം വരെ തന്നെത്താൻ താഴ്ത്തി. അപ്പോഴും തന്നെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ഇതാണ് ദൈവത്തിന്റെ സ്നേഹം, ദൈവം നിങ്ങളോട് ക്ഷമിക്കുവാൻ തയ്യാറാണെന്നുള്ള ആ യഥാർത്ഥ സത്യസന്ധമായ സ്നേഹം ദൈവം അവിടെ പ്രദർശിപ്പിക്കുന്നു കുരിശിൽ വെച്ചിട്ട്. അപ്പൊ അങ്ങനെ മനുഷ്യരുടെ മനസ്സിൽ അന്നുണ്ടായിരുന്ന അല്ലെങ്കിൽ മനുഷ്യനും ദൈവവുമായിട്ടുള്ള അകൽച്ച, ദൈവത്തിന് മനുഷ്യരോടുള്ള അകൽച്ചയല്ല, മനുഷ്യർക്ക് ദൈവവുമായിട്ടുണ്ടായിപ്പോയ അകൽച്ച ആ ഒരു ക്രൂശിലെ പ്രദർശനത്തോടു കൂടി ആ ഒരു അകൽച്ച മാറി രണ്ടു വർഷത്തെയും അവൻ നിരപ്പാക്കി. അതാണ് യേശു ക്രിസ്തു ചെയ്യുന്ന മീഡിയേഷൻ എന്ന് പറയുന്നത്. അതാണ് പൗലോസ് ലീഗ ദൈവം നമുക്ക് സൗജന്യമായി തന്ന രക്ഷ, അല്ലെങ്കിൽ ദൈവവും മനുഷ്യനും തമ്മിലുള്ള നിരപ്പ്. അപ്പോ ദൈവം മനുഷ്യനായി ഇറങ്ങി വന്ന് മരണത്തെ തോൽപ്പിച്ചു, അവൻ ഉയർത്തെഴുന്നേറ്റു. ആ കൂട്ടത്തിൽ എല്ലാ മനുഷ്യജാതിയും അതോടെ ഉയർത്തെഴുന്നേറ്റു. അങ്ങനെ മരണത്തിന്റെ അടിമത്തത്തിൽ നമ്മളെ വിടുവിച്ച ആ ഒരു നിരപ്പാണ് യേശു ക്രിസ്തു ദൈവത്തിനും മനുഷ്യർക്കും ഇടയിലുള്ള മീഡിയേഷൻ. അതുകൊണ്ടുള്ള യഥാർത്ഥ അർത്ഥം അകൽച്ച ഒഴിവാക്കുന്ന ആ ഒരു മധ്യസ്ഥതയാണ് നമ്മൾ പറയുന്നത്. എന്നാൽ വിശുദ്ധർ എന്താണ് ചെയ്യുന്നത്? വിശുദ്ധന്മാർ ചെയ്യുന്നത് നമ്മളോടൊപ്പം നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. ആൽബി അതേ അധ്യായത്തിന്റെ 1-ാം വാക്യം മുതലൊന്ന് വായിച്ചാൽ നമുക്ക് മനസ്സിലാവും. ഈ തിമോത്തിയോസിന് എഴുതിയ ലേഖനം 1-ാം അധ്യായം 1 തിമോത്തിയോസ് 2-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ ഒന്ന് വായിച്ചാൽ പൗലോസ് അവിടെ പറയുന്നത് ഭരണകർത്താക്കൾക്ക് മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണെന്ന് വായിക്കാമോ? 1 തീമോത്തിയോസ് 2-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ. നമ്മൾ 5-ാം വാക്യമാണ് ഇപ്പൊ വായിച്ചത്, ഈ മധ്യസ്ഥന്റെ കാര്യം പറയാം. ഓക്കെ, അച്ഛൻ പറഞ്ഞു, ഞാൻ നേരത്തെ എടുക്കാം. ഓക്കെ, അവിടെ പറയുന്നത് വിശേഷാൽ നമ്മുടെ ഭരണകർത്താക്കൾക്കും രാജാക്കന്മാർക്കും നിങ്ങളുടെ കൂടെ സഹോദരങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ എന്നാണ് പൗലോസ് ലീഗ അവിടെ ആവശ്യപ്പെടുന്നത്. അപ്പൊ അതിനുശേഷമാണ് ദൈവത്തിനും മനുഷ്യർക്കും ഇടയിൽ യേശു ക്രിസ്തു ഒരാൾ മാത്രം മധ്യസ്ഥൻ എന്നുള്ള വാക്യം അവിടെ വരുന്നത്. ഞാൻ വായിക്കാം. 1 തീമോത്തിയോസ് 1-ാം അധ്യായം 2-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങളല്ലേ? അതെ. എന്നാൽ സകല മനുഷ്യർക്കും നാം സർവഭക്തിയോടും ഘനത്തോടും കൂടെ സാവധാനതയും സ്വസ്ഥതയും ഉള്ള ജീവനും കഴിക്കേണ്ടതിന് വിശേഷാൽ രാജാക്കന്മാർക്കും സകല അധികാരസ്ഥന്മാർക്കും വേണ്ടി യാചനയും പ്രാർത്ഥനയും പക്ഷവാദവും സ്തോത്രവും ചെയ്യണം എന്ന് ഞാൻ സകലത്തിനു മുമ്പേ പ്രബോധിപ്പിക്കുന്നു. അതെ, അപ്പോ അവിടെ എന്താണ് പറയുന്നത്? അവിടെ ജീവനോടിരിക്കുന്നവർ തമ്മിൽ പ്രാർത്ഥിക്കാനാണ് പറയുന്നത്. ഇതേ കാര്യം തന്നെയാണ് നമ്മൾ വിശുദ്ധന്മാരോട് പ്രാർത്ഥിക്കുക എന്ന് പറയുന്നത്. ഇപ്പോ നിങ്ങളൊരു കാര്യം ചിന്തിക്കുക, ഇപ്പൊ ഒരു പ്രാർത്ഥനയുടെ ആവശ്യം വരുമ്പോൾ നമുക്കറിയാം, ഇപ്പൊ ഫേസ്ബുക്കിലോ അല്ലെങ്കിൽ വാട്സപ്പിലോ ഒക്കെ നോക്കിയാൽ സർവത്ര പ്രാർത്ഥന റിക്വസ്റ്റുകളാണ്. ഇങ്ങനെ ആർക്ക് എവിടെ ചെല്ലുന്നു അറിയാതെ ഇങ്ങനെ പ്രാർത്ഥന ആവശ്യങ്ങൾ ഇങ്ങനെ കറങ്ങി നടക്കുകയാണ്. അപ്പോഴാണ് നമുക്കറിയാവുന്ന ഒരു മധ്യസ്ഥനോട് അല്ലെങ്കിൽ ഒരു പരിശുദ്ധനോട് നമ്മൾക്ക് വേണ്ടി നമ്മുടെ കൂടെ പ്രാർത്ഥിക്കണമേ,
എന്ന് നമ്മൾ അപേക്ഷിക്കുന്നത്. അവരൊരിക്കലും ഒരു ധന സമ്പാദനത്തിനോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അവരുടെ ആവശ്യത്തിനോ വേണ്ടിയിട്ടല്ല. അവർ എപ്പോഴും ദൈവസന്നിധിയിൽ നിരന്തരമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. അവർ നമ്മൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അതിനുള്ള അനേക ഉദാഹരണങ്ങൾ നമ്മുടെ ജീവിതത്തിൽ തന്നെയുണ്ട്, ഇല്ലേ? എത്രയോ മത്സ്യ പ്രാർത്ഥനകൾ കൃത്യമായിട്ട് സാധിക്കുന്നത്. പക്ഷെ അവിടെ ഒരു കാര്യം പ്രത്യേകമായിട്ട് വിശ്വാസികളോട് പറയാനായിട്ടുള്ളത്, ഒരിക്കലും സഭ പഠിപ്പിക്കുന്നത് അവര് മധ്യസ്ഥന്മാരോട് അല്ലെങ്കിൽ പരിശുദ്ധന്മാരോട് നേരിട്ട് ഒരു കാര്യം പ്രാർത്ഥിക്കുക എന്നുള്ളതല്ല. പകരം അവര് നമ്മളോടൊപ്പം നിന്നുകൊണ്ട് സമൂഹമായി നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുക എന്നുള്ള അർത്ഥത്തിലാണ്. അതിലേക്കാണ് നമ്മൾ ഇനി വരുന്നത്. കോലോകളിൽ കൃത്യമായിട്ട് വരുന്നതിന് മുമ്പ് ആ വിഷയമായിട്ട് ബന്ധപ്പെട്ട് എനിക്കൊരു ഇപ്പൊ ഓർമ്മ വന്നൊരു തമാശ കൂടി പറഞ്ഞേക്കാം. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മുടെ ലൈവുകൾ കേട്ടിട്ട് ഒരു പെന്തക്കോസ്തിന് തിരിച്ചു വന്ന ഒരു വ്യക്തി പറഞ്ഞൊരു ഒരു കാര്യമാണ്. ആ പുള്ളിക്കാരൻ പെന്തക്കോസ്തിന് തിരിച്ചു വന്നിട്ട് നമ്മുടെ യാമപ്രാർത്ഥനകളെല്ലാം ശ്രദ്ധിച്ചു കഴിഞ്ഞപ്പോൾ പുള്ളിക്ക് മനസ്സിലായി നമ്മൾ യാമപ്രാർത്ഥനയിൽ ഒന്നും ആവശ്യപ്പെടുന്നില്ല. നമ്മളുടെ കൂടെയുള്ള പ്രാർത്ഥന എന്ന് പറയുന്നത് ദൈവവുമായിട്ടുള്ള ബന്ധത്തിലാണെന്നും, എന്നാൽ കഴിഞ്ഞ കാലങ്ങളിലെല്ലാം എന്തോ ഒരു ആവശ്യത്തിന് വേണ്ടി ഇങ്ങോട്ട് താ എന്നുള്ള രീതിയിലുള്ള പ്രാർത്ഥനയായിരുന്നു കഴിഞ്ഞ കാലങ്ങളിൽ പുള്ളിയുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നതെന്നുള്ള ഒരു കാര്യം മാത്രം പറഞ്ഞായിരുന്നു കഴിഞ്ഞ ദിവസം. ജസ്റ്റ് ഒന്ന് ഓർമ്മിപ്പിച്ചതേ ഉള്ളൂ സന്ദർഭവശാൽ. അതെ, അത് കാരണം എന്താണെന്ന് വെച്ചാൽ ഓർത്തഡോക്സിയുടെ പ്രാർത്ഥനകളെല്ലാം ഗോഡ് സെന്റേർഡ് ആണ്, അല്ലെങ്കിൽ ദൈവ കേന്ദ്രീകൃതമാണ്. നമ്മൾ ഒരിക്കലും ഒരു സമൂഹമായിട്ട് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ സ്വന്തം ആവശ്യങ്ങൾ പറഞ്ഞല്ല പ്രാർത്ഥിക്കുന്നത്. ദൈവമേ നമ്മളോട് കരുണ തോന്നണമേ എന്നുള്ള പ്രാർത്ഥനയിൽ ദൈവ കേന്ദ്രീകൃതമായ ദൈവത്തിന്റെ കരുണയെ നമ്മൾ എപ്പോഴും വന്ദിക്കുന്നത്, അതിനെ നമ്മൾ അത്ഭുതത്തോടു കൂടി ആഘോഷിക്കുന്നത്. അതാണ് നമ്മൾ ഓർത്തഡോക്സ് പ്രാർത്ഥനയിൽ നമ്മൾ നിരന്തരമായിട്ട് നിറഞ്ഞു നിൽക്കുന്ന ആശയം. അതുകൊണ്ടാണ് നമുക്ക് വേണ്ടിയുള്ള ആവശ്യങ്ങൾ നമ്മൾ അവിടെ പറയാത്തത്. നമുക്കിനി കോലകളിലേക്ക് പോവാം, സമയക്കുറവുണ്ട്. ശരി, നമുക്ക് ആ കൊലകളുടെ ആദ്യത്തെ ഗീതം നമുക്ക് കേൾക്കാം. പ്രാർത്ഥനയും സമയമില്ലല്ലോ എന്നുള്ളത്. പ്രാർത്ഥനയിൽ സമയമിടല്ലോ മോർഗി വരുകി സഹദാ പതിവിൻ പടി നിൻ കൂട്ടത്തലയായി പ്രാർത്ഥിക്ക ഇമ്പമെഴും നിൻ പാട്ടിൽ ശ്രദ്ധിച്ചിടും നിൻ ആടുകളെ മൂശേ പോൾ കൈവാഴ്ത്തേണം ബാറക്കുമോ. ഓക്കെ, ആ പ്രാർത്ഥനയിൽ നമ്മൾ കേട്ടത് എന്താണ്? മാർ ഗീവർഗീസ് സഹദാ, ഇത് പ്രാർത്ഥനയുടെ സമയമാണല്ലോ ഇപ്പോൾ. പതിവിൻ പടി നിൻ കൂട്ടത്തലയായി പ്രാർത്ഥിക്കുക. പതിവ് എന്ന് പറഞ്ഞാൽ പതിവ് പോലെ ഈ നിൽക്കുന്ന കൂട്ടത്തിന്റെ നേതൃസ്ഥാനത്ത് നിന്നുകൊണ്ട് നീ പ്രാർത്ഥിക്കുക. ഇമ്പമെഴും നിൻ പാട്ടിൽ ശ്രദ്ധിച്ചിടും നിന്റെ ആടുകളെ മൂശയെപ്പോൾ തൃക്കൈ വാഴ്ത്തേണം. മോശ തന്റെ ഇവിടെ വന്ന് ഇസ്രായേൽ ജനത്തെ അനുഗ്രഹിച്ചതുപോലെ നീ തൃക്കൈ നീട്ടി നിന്റെ ഈ ജനങ്ങളെ നീ അനുഗ്രഹിച്ചാലും എന്നാണ് ഈ പാട്ടിന്റെ ഈ ഒരു ഗീതത്തിന്റെ അർത്ഥം. ഇനി അതിന്റെ രണ്ടാം പകുതി, അതിന് ശേഷമുള്ള എവിടെയാണ് ആർക്കാണ് സ്തുതി പോകുന്നത് എന്നുള്ളത് ശ്രദ്ധിക്കുക. അടുത്തൊരു ഗീതത്തിൽ വളരെ കൃത്യമായിട്ട് പറയുകയാണ്, ഈ പരിശുദ്ധന് വേണ്ടി അല്ല സ്തുതി പോകുന്നത്, പിന്നെയോ വിശുദ്ധ തൃത്വത്തിനാണ്. നമുക്ക് ആ പാട്ടൊന്ന് ശ്രദ്ധിക്കാം, ആ ഒരു ഗീതം നമുക്ക് ശ്രദ്ധിക്കാം. അവിടെ ശ്രദ്ധിക്കുക, ആർക്കാണ് സ്തുതി പോകുന്നത്. യെസ്, നിന്നെ വരിച്ചൊരു താതന്നും മോർഗി വരുകി സഹദാ നിന്നോർമ്മയെ ബഹുമാനിച്ച സുതനും സ്തോത്രം നിന്നെ മുടി ചൂടിയിടുന്ന റൂഹാവം നിൻ പ്രാർത്ഥന കൃപയേറ്റട്ടെ ഞങ്ങൾക്കെന്നും മുറിയോറാഹിമലൈനുവാദാ. ആ ഗീതത്തിന്റെ അർത്ഥം, നിന്നെ സ്വീകരിച്ച പിതാവ് വാഴ്ത്തപ്പെട്ടവനാ, നിന്റെ ഓർമ്മ ബഹുമാനിച്ച പുത്രനും നിന്നെ കിരീടമണിയിക്കുന്ന പരിശുദ്ധ റൂഹായും, അവരെയാണ് നമ്മൾ വന്ദിക്കുന്നത്. അവർക്ക് സ്തുതി ഉണ്ടായിരിക്കട്ടെ എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ പരിശുദ്ധ ജീവിതം നയിക്കുന്നവരെ പിതാവും പുത്രനും പരിശുദ്ധ റൂഹായും ചേർന്ന് കിരീടം അണിയിക്കുന്നു എന്നാണ് ഇവിടെ നമ്മൾ ഈ ഗീതത്തിൽ കൂടി പാടിയത്. എന്താണ് ഈ കിരീടം എന്ന് അടുത്തൊരു കോലോ കൂടി ശ്രദ്ധിച്ചിട്ട് നമുക്ക് ആ ഒരു കോലോയിൽ വരുന്നുണ്ട്, എന്താണ് ഈ പരിശുദ്ധന്മാർ അണിയുന്ന കിരീടം എന്നുള്ള ആ ഒരു വിഷയം. ഈ അടുത്തൊരു കോലോ നമുക്ക് കേട്ടിട്ട് അതിന്റെ അർത്ഥത്തിലേക്ക് പോവാം. ഭാഗ്യം നേടിയാർക്കും
هولا بولا برو والروح قديشو ആ ഒരു ഗീതത്തിൽ നമ്മൾ കേട്ടത് എന്താണ്? ഭാഗ്യം സ്ലീഹേർക്കും ഭാഗ്യം സഹദേന്മാർക്കും. സഹദേന്മാർ ആരാണ് എന്ന് വെച്ചാൽ രക്തസാക്ഷികളായി കൊല്ലപ്പെട്ടവരെയാണ് സഹദേന്മാർ എന്ന് നമ്മൾ വിളിക്കുന്നത്. സ്തെഫാനോസ് സാദ, ഗീവർഗീസ് സാദ തുടങ്ങിയ സഹദേന്മാരെ നമുക്കറിയാം. ഒരുപാട് സഹദേന്മാർ സഭയിലുണ്ട്. അപ്പോ മശിഹായെ കാണുവാൻ ആഗ്രഹിച്ച സഹദേന്മാർ വാളുകളാൽ ചിറകുകൾ പൂണ്ട് ഒരു ഉന്നത പദത്തിലേക്ക് കയറിപ്പോയി എന്ന് പറഞ്ഞാൽ അവർ വാളുകൾ ചിറകായിട്ട് പോയെന്നല്ല, അവർ വാളാൽ വെട്ടപ്പെട്ടും അവർ മരണത്തെ പുലുകിയവരാണ്. എന്തിനായിരുന്നു എന്ന് ആദിമ സഭയെ നമ്മൾ നോക്കിയാൽ നമുക്കറിയാം. ആ സഭ പീഡനങ്ങൾ ഒരുപാട് അനുഭവിച്ച സഭയാണ്. വാളിനാൽ അറക്കപ്പെട്ടും മൃഗങ്ങൾക്ക് ഭക്ഷണമാക്കപ്പെട്ടും തീയിലും വെള്ളത്തിലും വലിച്ചെറിഞ്ഞും അവർ കൊല്ലപ്പെട്ടുകൊണ്ടേയിരുന്നു. പക്ഷെ അവർ വളരെ ധൈര്യത്തോടെയാണ് ഈ ഒരു അവസ്ഥയൊക്കെ നേരിട്ടത്. അത് എന്താണെന്ന് നമ്മളൊന്ന് ചിന്തിച്ചാൽ നമുക്കറിയാം. ആദിമ സഭയെ ഒന്ന് ചിന്തിക്കുക. ആദിമ സഭയ്ക്ക് ഏറ്റവും ധൈര്യം നൽകിയ കാര്യം എന്തായിരുന്നു? ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുള്ളതാണ്. ഇപ്പൊ കർത്താവിന്റെ കുരിശ് മരണം പരസ്യമായിട്ട് അവർ കണ്ടതാണ്. എന്തും വേണ്ടി പീഡകൾ സഹിച്ച്, എന്തും വേണ്ടി പീഡനങ്ങളാണ് ആ ഒരു ശരീരത്തിലേക്ക് ഏൽപ്പിക്കുന്നത്. അതിലെ ആ ഒരു കർത്താവ് ഏറ്റ അപ്പൊ പാഷൻ ഓഫ് ക്രൈസ്റ്റ് കണ്ട അത് സിനിമയാണെന്ന് നമ്മൾ പറഞ്ഞാലും ഏകദേശം അത്ര തന്നെ പീഡനങ്ങൾ ഏറ്റെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോ അടികൊണ്ടും രക്തം വാർന്നും ദാഹിച്ചും പരസ്യമായി തൂക്കപ്പെട്ട ആ മശിഹാ തമ്പുരാൻ 3 ദിവസം കഴിഞ്ഞ മരണത്തെ ജയിച്ച് എഴുന്നേറ്റ് വരിക എന്ന് പറയുന്നത് സാധാരണ മനുഷ്യരുടെ രീതിയിൽ ചിന്തിച്ചാൽ അസംഭവ്യമായ ഒരു കാര്യമാണ്. പക്ഷെ അവരുടെ കൺമുമ്പിൽ അതാണ് സംഭവിച്ചിരിക്കുന്നത്. കർത്താവിന്റെ ഉയർത്തെഴുന്നേൽപ്പ്. 40 നാൾ കർത്താവ് അവർക്ക് പ്രത്യക്ഷനായി. മഗ്ദലന മറിയത്തിന്, പന്തിരുവർക്ക്, കേഫാവിന്, 500-ലധികം സഹോദരന്മാർ ഒരുമിച്ചിരിക്കുമ്പോൾ പോലും കർത്താവ് പ്രത്യക്ഷമായിട്ട് നമ്മൾ ആ ദിവസത്തിൽ വായിക്കുന്നുണ്ട്. വെറുതെ പ്രത്യക്ഷപ്പെടുന്ന ഒരു മായ കാഴ്ച ആയിരുന്നില്ല. തൊട്ടു നോക്കി തോമസ് ലിയോട് പറഞ്ഞു, ഇത് തൊട്ടു നോക്കുക, മറ്റുള്ളവർ തൊട്ടു നോക്കാൻ പറഞ്ഞു. അവരോട് കൂടി അവൻ അപ്പവും മീനും ഭക്ഷിച്ചതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അതൊരു മായ കാഴ്ച ആയിരുന്നില്ല. ശരീരത്തോടു കൂടി തന്നെ കർത്താവ് ഉയർത്തെഴുന്നേൽക്കുകയായിരുന്നു. അപ്പം അവർക്ക് ആ കണ്ട കാഴ്ച എന്ന് പറയുന്നത് വളരെ വിശ്വാസപരമായി അവരെ ഉറപ്പിച്ചു നിർത്തുന്ന ഒരു കാഴ്ചയായിരുന്നു. അതുകൂടാതെ നമ്മൾ വിശുദ്ധ സുവിശേഷത്തിൽ വായിക്കുന്നുണ്ട്, കർത്താവിന്റെ മരണസമയത്ത് ഭൂമി കുലുങ്ങി, പാറകൾ പിളർന്നു, ശവകുടീരങ്ങൾ തുറക്കപ്പെട്ടു, മരിച്ചുപോയ പഴയ നിയമ വിശുദ്ധന്മാരുടെ കല്ലറകൾ തുറന്നു. കർത്താവിന്റെ പുനരുത്ഥാനത്തിന് ശേഷം അവർ പലരും വിശുദ്ധ നഗരത്തിൽ ചെന്ന് അവർക്ക് പലർക്കും പ്രത്യക്ഷമായി എന്ന് പറഞ്ഞാലെന്ന് ആലോചിച്ച് നോക്കിക്കേ. പഴയ നിയമകാലത്ത് വാങ്ങിപ്പോയ മോശയും എലീയാവും പ്രവാചകന്മാരും ശമൂവേൽ, ഒരാൾ പറയുന്നത് ഞാൻ ശമൂവേലിനെ കണ്ടു, ഒരാൾ പറയുന്നത് ദാവീദിനെ കണ്ടു, അടുത്ത ആൾ പറയുന്നത് ജോസഫിനെ കണ്ടു. അപ്പൊ പഴയ നിയമത്തിലുള്ള വിശുദ്ധന്മാരൊക്കെ ഉയർത്തെഴുന്നേൽക്ക് പലർക്ക് പ്രത്യക്ഷപ്പെടുകയാണ്. അതിന്റെ കൂടെ കർത്താവ് തന്നെ പുനരുത്ഥാനം ചെയ്തിരിക്കുന്നു. അപ്പൊ അത് അവർക്ക് കൊടുത്ത ധൈര്യം എന്ന് പറയുന്നത് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതിലും വലിയൊരു ധൈര്യമാണ്. അതുകൊണ്ടാണ് ഒരു വേലക്കാരി പെണ്ണിന്റെ വാക്ക് കേട്ട് കർത്താവിനെ 3 പ്രാവശ്യം തള്ളിപ്പറഞ്ഞ പത്രോസ്, വിശുദ്ധ പത്രോസ്, ഈ ഒരു പെന്തക്കോസ്തിക്ക് ശേഷം വളരെ ധൈര്യത്തോടു കൂടി ഭരണാധികാരികൾക്കും മറ്റു ആൾക്കാർക്ക് മുമ്പിൽ നിന്ന് വളരെ ധൈര്യത്തോടു കൂടി സംസാരിക്കുന്നത്. അപ്പോൾ അവർക്ക് ആ കിട്ടിയ ഒരു ഊർജം എന്ന് പറയുന്നത് ഭയങ്കരമായിരുന്നു, വളരെ അതായിരുന്നു. അപ്പൊ അതുകൊണ്ടാണ് ഈ മരണത്തെ ഇത്ര ധൈര്യമായിട്ട് നേരിടാൻ അവർക്ക് ഏറ്റവും കൂടുതൽ ഒരു ഹരമായിട്ട് തീർന്നത്. ഈ ഒരു ആശയം നമ്മുടെ നമസ്കാരത്തിൽ സ്ലീബ ഏന്തി സാത്താനോട് ഏൽപ്പാൻ എന്ന് പറഞ്ഞ ഗീതത്തിൽ നമ്മളത് കൃത്യമായിട്ട് സഭ പാടുന്നുണ്ട്. ആ ഗീതം നമുക്കൊന്ന് കേൾക്കാം. നമ്മുടെ സ്ലീബ നമസ്കാരം, മധ്യാഹ്ന നമസ്കാരത്തിൽ നമ്മൾ ഞായറാഴ്ച ഉപയോഗിക്കുന്ന മധ്യാഹ്ന നമസ്കാരത്തിലെ മോശ ചമച്ചോര പേടക ദൃഷ്ടാന്തം എന്ന് പറഞ്ഞ ഗീതത്തിന്റെ 2ാമത്തെ സ്റ്റാൻസയാണ് നമ്മൾ കേട്ടത്. ഈ 2ാം നിറത്തിലായതുകൊണ്ടാണ് ഈ ഒരു ഈണം അത്ര പരിചയമല്ല എന്ന് തോന്നുന്നത്. അതിൽ പറയുന്നത് എന്താണ്?
ഈ സഹദേന്മാർ സ്ലീബ കയ്യിൽ ഏന്തിക്കൊണ്ട് സാത്താനോട് ഏറ്റു നിൽക്കാൻ ചെന്നു. അവര് ഖഡ്ഗത്താൽ മൃതി ഏറ്റോരും തീയാൽ വെണ്ണീറായോരും പോരിൽ കാട്ടിയ വീര്യത്താൽ സാത്താൻ കോപാകുലനായി. അപ്പോ ഖഡ്ഗം എന്ന് പറഞ്ഞാൽ വാള് കൊണ്ട് കൊല്ലപ്പെട്ടവരും തീയും കൊണ്ട് വെണ്ണീറായി പോയവരും അവരുടെ ആ ഒരു പോരിൽ അവരുടെ യുദ്ധത്തിൽ കാണിച്ച ഒരു ധൈര്യം കണ്ടിട്ട് സാത്താൻ ലജ്ജിച്ച് നാണിച്ചു പോയി. അപ്പൊ അവരുടെ പ്രാർത്ഥനയാൽ നമുക്ക് അനുഗ്രഹങ്ങൾ നേടട്ടെ എന്നാണ് ആ ഒരു ഗീതത്തിന്റെ അർത്ഥം. അപ്പം അടുത്തൊരു ചോദ്യം എനിക്ക് ആൽബിയോട് ചോദിക്കാനുള്ളത് ഇതുമായിട്ട് ബന്ധപ്പെട്ടതാണ്. സെബസ്ത്യായിലെ 40 സഹദേന്മാരുടെ ചരിത്രം ആൽബി കേട്ടിട്ടുണ്ടായിരിക്കുമല്ലോ ഇല്ലേ? മാർച്ച് 9 അവരുടെ ഓർമ്മ വരുന്നത്. അവരുടെ ഓർമ്മ എനിക്ക് തോന്നുന്നു ഈ മാർച്ച് 9 ഈ വർഷം ചൊവ്വാഴ്ചയാണെന്ന് തോന്നുന്നു. അതുകൊണ്ട് വരുന്ന ശനിയാഴ്ച കുർബാനയിൽ ഈ സഹദേന്മാരെ ഓർക്കുന്ന ദിവസമാണ്. നമുക്ക് എല്ലാവർക്കും ചേർന്ന് ഈ 40 സഹദേന്മാരെ നമുക്ക് ഓർക്കാം. അതെ, ഈ 40 സഹദേന്മാരുടെ ഓർമ്മ നമുക്ക് നൊയമ്പിൽ ശനിയും ഞായറും മാത്രമേ വിശുദ്ധ കുർബാന ഉള്ളത് കൊണ്ടാണ് ഈ 9 ശേഷം വരുന്ന ആദ്യത്തെ ശനിയാഴ്ചയാണ് അത് ഓർമ്മ. അപ്പം ഈ ഒരു അവരുടെ ആ 40 സഹദേന്മാരുടെ ഒരു ചരിത്രം എന്ന് പറഞ്ഞിട്ട് നമുക്ക് മുമ്പോട്ട് പോകാം. ഈ 40 സഹദേന്മാരെന്ന് പറയുന്നത് നിഖ്യ സുന്നതദോസിന് മുമ്പ് ജീവിച്ചിരുന്ന റോമ പട്ടാളത്തിലെ 40 ഭടന്മാരാണ്. അവർ അതിനു മുമ്പാണ് രക്തസാക്ഷികളായത്. അപ്പോ ഈ കൈസറുടെ അരമനയിൽ അനേകം വിശ്വാസികൾ ഉണ്ടായിരുന്നു. നമുക്ക് പൗലോസ്ലിയുടെ ലേഖനത്തിൽ കാണാം. കൈസറുടെ അരമനയിൽ വരെ വിശ്വാസികൾ ഉണ്ടായിരുന്നു. റോമ പട്ടാളത്തിലുണ്ടായിരുന്നു. അതിലെ ഒരു പട്ടാളത്തിൽപ്പെട്ട ഒരു വിശുദ്ധനാണ് വിശുദ്ധ ഗീവറീസാറിന്റെ ചരിത്രം നമുക്കറിയാം. അപ്പം ഈ 40 സഹദേന്മാർ റോമ സൈന്യത്തിലെ പടയാളികളായിരുന്നു. അപ്പോൾ ക്രിസ്തീയ വിശ്വാസമുള്ളവരെ തെരഞ്ഞു പിടിച്ച് ആ സൈന്യത്തെ ഒന്ന് ക്ലീനപ്പ് ചെയ്യുന്ന, അല്ലെങ്കിൽ അവരെ റോമൻ പാഗൻ വിശ്വാസത്തിലേക്ക് തിരിച്ചുകൊണ്ടിരുന്ന ആ ഒരു സന്ദർഭത്തിൽ ഈ 40 പേരെ അവർ പിടികൂടിയിട്ട് അവരെ ശിക്ഷിക്കുവാനായിട്ട് തണുപ്പ് കാലത്ത് മഞ്ഞ് കാലത്ത് തണുത്തുറഞ്ഞ ഒരു ജലാശയത്തിലേക്ക് അവരെ നഗ്നരായിട്ട് ഇറക്കി നിർത്തിയിരിക്കുകയാണ്. അപ്പൊ നമുക്കറിയാം, തണുത്ത വെള്ളത്തിൽ 0 ഡിഗ്രിക്ക് അടുത്തുള്ള വെള്ളത്തിൽ മണിക്കൂറുകളോളം നിന്ന് കഴിഞ്ഞാൽ ആൾക്കാർ മരിച്ചു പോകും, തണുത്തുറഞ്ഞു. അപ്പോ അവര് വെള്ളത്തിൽ ഇറക്കി നിർത്തിയിരിക്കുന്നു. കരയിലാണെങ്കിൽ തീയുണ്ട്, തീ കായാനുള്ള കാര്യങ്ങൾ വെച്ചിട്ടുണ്ട്, ഭക്ഷണം വെച്ചിട്ടുണ്ട്, വീഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പൊ ഇവരുടെ മരണം കണ്ട് ആസ്വദിച്ചുകൊണ്ട് വേറെ പട്ടാളക്കാർ കാവലും ഇരിക്കുന്നുണ്ട്. അപ്പോ ക്രിസ്തുവിനെ ഒന്ന് തള്ളി പറഞ്ഞാൽ മാത്രം മതി, ഇവരൊക്കെ അവിടെ നിന്ന് വെള്ളത്തിൽ തിരിച്ചു കയറി വരാം, രക്ഷപ്പെടാം. അപ്പോ അങ്ങനെ ഈ കരയിൽ നിന്നുകൊണ്ട് ഇവരുടെ മരണം ആസ്വദിച്ചുകൊണ്ടിരുന്ന ഒരു പട്ടാളക്കാരനിടയ്ക്ക് മുകളിലേക്ക് ഒന്ന് നോക്കിയപ്പോൾ അവൻ കണ്ട കാഴ്ച എന്താണെന്ന് വെച്ചാൽ 40 കിരീടങ്ങൾ ആകാശത്ത് നിന്ന് താഴേക്ക് ഇറങ്ങി വരുന്നു. ഇവന് മനസ്സിലായി ഇവർക്ക് വേണ്ടിയുള്ള കിരീടങ്ങളാണ് ഈ വരുന്നത്. അപ്പൊ ഈ സന്ദർഭത്തിൽ വെള്ളത്തിൽ നിന്ന ഒരു ഭടൻ, എനിക്ക് ഈ ക്രിസ്തു വിശ്വാസം വേണ്ട, എനിക്ക് ഈ വെള്ളത്തിൽ നിന്ന് എങ്ങനെയാലും കരകയറി പോയാൽ മതി എന്ന് പറഞ്ഞിട്ട് ആ വെള്ളത്തിൽ നിന്ന് കരയിലേക്ക് കയറുകയാണ്. അപ്പോ ഈ കണ്ടുകൊണ്ടിരുന്ന പട്ടാളക്കാരിലേക്ക് മേലോട്ട് നോക്കിക്കൊണ്ടിരുന്നവൻ എന്ത് ചെയ്തു? അവന് വേണ്ട, എങ്കിൽ എനിക്ക് വേണം, ഈ വിശ്വാസത്തെ ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അവൻ നേരെ ആ വെള്ളത്തിലേക്ക് ചാടി ആ 40 പേരുടെ എണ്ണം തികച്ച് അവരുടെ കൂടെ രക്തസാക്ഷി മരണം പ്രാപിച്ചതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അങ്ങനെ അവരാ വെള്ളത്തിൽ നിന്ന് മരിച്ചുപോയി. അവരാ ദേഹങ്ങൾ കത്തിച്ച് കളഞ്ഞായിട്ട് കാണുന്നു. അപ്പോ 40 കിരീടം അവർ പ്രാപിച്ചു. 40 കിരീടം അവർ പ്രാപിച്ച് അവര് ലോകപ്രകാരം അവരൊന്ന് വാങ്ങി മറ്റൊരു കർത്താവിന്റെ സന്നിധിയിലേക്ക് പോയി. അപ്പൊ അവിടെയാണ് അത്ര ധൈര്യത്തോടെയാണ് അവർ പീഡനങ്ങളെയും മരണത്തെ നേരിട്ടത് കൊണ്ട്. അതുകൊണ്ടാണ് സ്വർണ്ണനാവുകാരനായ മാർ ഇവാനിയോസ്, ജോൺ ക്രിസോസ്റ്റം പാടുന്ന വളരെ പ്രശസ്തമായ ആ ഗീതമുണ്ട്, നമുക്കന്ന് കേൾക്കാം. ആ ഒരു ഗീതത്തിൽ പറയുന്നത് എന്താണ്? പഴയ നിയമകാലം മുതലുള്ള വിശ്വാസികളായിട്ട് പീഡനങ്ങളേറ്റ് മരിച്ചു പോയവരുടെ കാര്യങ്ങളാണ്, വാങ്ങിപ്പോയവരുടെ കാര്യങ്ങളാണ്. ആ ഗീത സമയമില്ലാത്ത നമ്മൾ മുഴുവൻ ഇപ്പോ നമ്മളത് കേൾപ്പിക്കുന്നില്ല. അതിന്റെ അവസാനം സ്തേഫാനോസിന്റെ കാര്യമൊക്കെ പറയുന്നുണ്ട്. അപ്പോ സുപരിചിതമാണ്, അത് നമുക്ക് അധികം കേൾക്കണ്ട, അല്ലെങ്കിൽ അതിന്റെ അവസാനം നമുക്ക് പ്ലേ ചെയ്യാം. അപ്പോ
ഈ അവരെത്ര ധൈര്യമായി ഇതിനെ നേരിട്ടത് ഈ സഭയിൽ നിന്നുള്ള ഈ വിശ്വാസത കൊണ്ടാണ്. അതെ. അപ്പോൾ ഇനി അടുത്ത എൻ്റെ ഒരു ചോദ്യം വെച്ചാൽ, വിശുദ്ധ സഭ ഈ വിശുദ്ധന്മാരുടെ പെരുന്നാളുകൾ ആഘോഷിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? അതോടൊന്ന് വിശദീകരിക്കാമോ? തീർച്ചയായിട്ടും. അത് ഈ വിശുദ്ധന്മാരിലുള്ള ഈ ധൂപ പ്രാർത്ഥനയിൽ വളരെ നമ്മൾ കൃത്യമായും പറയേണ്ട ഒരു പോയിന്റ് ആണ്. അത് എന്തുകൊണ്ടാണ് സഭ വിശുദ്ധന്മാരുടെ പെരുന്നാളുകളും ഓർമ്മ ദിവസങ്ങളും ആഘോഷിക്കുന്നത്? നമുക്കറിയാം, സുറിയാനി സഭ, ഓർത്തഡോക്സ് സഭ എന്ന് പറയുന്നത് പെരുന്നാളുകളുടെ ഒരു സഭയാണ്. ഇപ്പം പൊതുജനങ്ങൾക്ക് അറിയാവുന്ന ഒരുപക്ഷെ ഒരു ക്രിസ്മസോ ഈസ്റ്ററോ മാത്രമായിരിക്കാം. പക്ഷേ നമ്മുടെ ലിറ്റർജി കലണ്ടർ നമ്മൾ നോക്കിയാൽ നമുക്കറിയാം, ആ ഒരു സഭയിൽ പെരുന്നാളുകളുടെ ഒരു ആഘോഷമാണ്. എല്ലാ ദിവസവും എല്ലാ ആഴ്ചയിലും പെരുന്നാളുകളുണ്ട്. അപ്പൊ എന്തിനാണ് സഭ ഈ നമ്മുടെ സഹോദരന്മാരുടെ അല്ലെങ്കിൽ പിതാക്കന്മാരുടെ ഓർമ്മ കഴിക്കുന്നത് ചോദിച്ചാൽ, സഭ കടന്നു വന്ന അനുഭവങ്ങൾ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഉദാഹരണം പറഞ്ഞാൽ, ഈ 40 സഹോദരന്മാരെ പറ്റി കപ്പദോക്യയിലെ മാർ ബെസോരിയോസിന്റെയും മാർ അപ്രൈമിന്റെയും ഒക്കെ രചനകൾ നമുക്ക് കാണാം. അപ്പം സഭ കടന്നു വന്നത്, ഇപ്പൊ നമുക്കറിയാം, യുക്തിവാദികളും മറ്റു ആൾക്കാരും ക്രിസ്തു തന്നെ ജീവിച്ചിരുന്നാണ്, ക്രിസ്തു ഒരു ചരിത്ര പുരുഷനാണോ എന്നുള്ള സംശയങ്ങൾ ഇപ്പൊ ഉന്നയിക്കുന്നുണ്ട്. അപ്പോ ഇവര് ഓരോ നൂറ്റാണ്ടുകളും നമുക്ക് ഓരോരോ വിശുദ്ധന്മാരെ അല്ലെ ഓരോ രക്തസാക്ഷികളെ, ഓരോരുത്തരെ അല്ല, ഇഷ്ടംപോലെ രക്തസാക്ഷികളെ നമുക്ക് ഓരോ നൂറ്റാണ്ടുകളിൽ ഓരോ വർഷങ്ങളിൽ നമുക്ക് കാണിക്കാനുണ്ട് ആദിമ സഭയിൽ. അപ്പം ഇവരുടെയൊക്കെ പെരുന്നാളുകളെ സഭ അവിടെ വെച്ചിരിക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ, നമ്മൾ ആ ഓരോ പെരുന്നാൾ ആഘോഷിക്കുമ്പോഴും സഭ കടന്നു വന്ന ചരിത്രം എങ്ങനെയാണ്, അവരെന്ത് സാഹചര്യങ്ങളിൽ കൂടെയാണ് പോയതെന്ന് നമ്മൾ ഓർക്കുവാനും ധ്യാനിക്കുവാനും വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ അതുകൊണ്ട് സഭയുടെ ചാരിത്രികമായ ഒരു ആധികാരികത ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പെരുന്നാളുകൾ നമുക്ക് തന്നിരിക്കുന്നത്. ഇപ്പൊ എല്ലാത്തിനെയും ചോദ്യം ചെയ്യുക എന്ന് പറഞ്ഞ മാർട്ടിൻ ലൂതറിന്റെ ഒരു നിലപാടാണ് ആദ്യം പ്രൊട്ടസ്റ്റന്റിസ്റ്റ് വന്നത്. സഭയുടെ പാരമ്പര്യങ്ങളെ ചോദ്യം ചെയ്യുക. എന്നിട്ട് ആ പ്രൊട്ടസ്റ്റന്റ് നിലപാടുകൾ എന്ത് പറ്റി? ആദ്യം സഭയുടെ നിലപാടുകളെ ചോദ്യം ചെയ്തു. പിന്നീട് അതിൽ നിന്ന് തന്നെ പിന്നെ യുക്തിവാദ മതവും നിരീശ്വരവാദ മതവും വന്നു. ദൈവം തന്നെ ഉണ്ടോ, യേശു ഉണ്ടോ, ഇങ്ങനെയുള്ള ഉപദേശങ്ങളും ചോദ്യങ്ങളും വന്നു. അപ്പൊ കർത്താവ് പറഞ്ഞിട്ടുണ്ട്, പാതാള ഗോപുരങ്ങൾ അവന്റെ സഭയെ ജയിക്കുകയില്ല. അപ്പൊ ഈ പാതാള ഗോപുരങ്ങൾ എല്ലാ നൂറ്റാണ്ടിലും അധീശത്വം സ്ഥാപിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അത് സത്യസഭയുടെ മേലാണ്. ആ സത്യസഭ ചെറിയ ആട്ടിൻകൂട്ടമാണെങ്കിലും ആ സത്യസഭയുടെ മേലാണ് എന്നും ഈ പാതാള ഗോപുരങ്ങൾ അധീശത്വം പ്രാപിക്കാൻ. അത് ഇന്നും തുടരുന്നു. അതാണ് നമ്മൾ കാണുന്നത്. അതിനെപ്പറ്റി വേണമെങ്കിൽ ഞാനൊരു സിമ്പിളാക്കി പറയാൻ വേണമെങ്കിൽ, പാതാള ഗോപുരങ്ങൾ ഇന്നത്തെ അവസ്ഥയെ പറയുകയാണെങ്കിൽ പ്രൊട്ടസ്റ്റന്റ്, പെന്തക്കോസ്റ്റ്, അതുമല്ല ഈ പാതാള ഗോപുരങ്ങൾ അന്ന് പേരെടുത്ത് പറഞ്ഞില്ലെന്നേ ഉള്ളൂ, അതൊക്കെ തന്നെയാണ് ഈ പാതാള ഗോപുരങ്ങൾ. അതെ, അവര് നമ്മുടെ സഹോദരങ്ങൾ എന്ന നിലയിൽ അവരെ നമുക്ക് കൂടുതൽ വിമർശിക്കുന്നതിന് പകരം അവർക്ക് കർത്താവ് തന്നെ, ദൈവം തന്നെ അവർക്ക് നല്ല ബുദ്ധിയെ പ്രകാശിപ്പിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. പക്ഷേ സഭയിൽ നിൽക്കുന്നവരോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, ഈ ചോദ്യങ്ങളൊക്കെ വരുമ്പോൾ അതിലെ അംഗങ്ങൾ ബുദ്ധിയുള്ള കന്യകമാരെ പോലെ ഉണർവുള്ളവരായിട്ടിരിക്കണം എന്നുള്ളതാണ്. അല്ലെങ്കിൽ എന്ത് പറ്റും, നമ്മള് ഈ വിശ്വാസം എന്താണെന്ന് പഠിക്കുകയും അറിയുകയും ചെയ്യാതെ ഇരിക്കുമ്പോൾ നമ്മുടെ ആ സഭയുടെ ആധികാരികതയും ഏതൊക്കെ അവസ്ഥയിലൂടെ വന്നതെന്നും നമുക്ക് മനസ്സിലാവാതെ പോകും. ഒരുപക്ഷെ കർത്താവിന് വേണമെങ്കിൽ ആദ്യകാലത്ത് ഈ പീഡനങ്ങളൊന്നും അനുവദിക്കാതിരിക്കാമായിരുന്നു. ഒരു സഹോദരന്മാരെ പോലും സഭയ്ക്ക് തരേണ്ട ആവശ്യമില്ലായിരുന്നു. കർത്താവിന് അവരെയൊക്കെ വളരെ സുരക്ഷിതമായിട്ട് സംരക്ഷിക്കാമായിരുന്നു. പക്ഷെ അങ്ങനെ ആയിരുന്നെങ്കിൽ എന്ത് പറ്റും, കുറെ വർഷങ്ങൾ കഴിഞ്ഞ് 2000 വർഷം കഴിയുമ്പോൾ നമ്മൾ ചിന്തിക്കും, അവിടെ രാജകുമാരനും രാജകുമാരിയും ഉണ്ടായിരുന്നു, അവർ സുഖമായിട്ട് വാണു എന്ന് പറഞ്ഞൊരു കഥ പോലെ നമുക്ക് തോന്നുള്ളൂ. പക്ഷെ ഈ കൃത്യമായ ചരിത്രം സഭയുടെ രേഖകൾ ഉള്ളത് കൊണ്ടാണ് സഭ കടന്നു വന്ന കാലങ്ങൾ നമ്മൾ കൃത്യമായിട്ടും നമുക്ക് മനസ്സിലാവുന്നത്. അതുകൊണ്ട് ദൈവീകരണത്തിലേക്കുള്ള ഒരു വളർച്ചയിൽ മാർഗദീപമാകാനാണ് ഈ പെരുന്നാളുകളെ നമ്മൾ ആഘോഷിക്കുന്നത്. പക്ഷെ ആ കൂട്ടത്തിൽ ഒരു കാര്യം കൂടെ നമ്മൾ പറയാനുണ്ട്. നമ്മുടെ ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ, ഇപ്പോഴത്തെ പെരുന്നാളുകളിൽ നമുക്ക് കൂടുതൽ ആളുകാർക്കും അതിൽ ചെണ്ടമേളമുണ്ടോ, ബാൻഡ് മേളമുണ്ടോ, വെടിക്കെട്ടുണ്ടോ, അതിലെ കളർഫുൾ എത്രയുണ്ടോ, ഗാനമേളയുണ്ടോ, ഇതൊക്കെയാണ് നമുക്ക് ചിന്ത. പക്ഷേ ഒരു പെരുന്നാൾ ആഘോഷിക്കുമ്പോൾ കൃത്യമായിട്ടും ഏത് പരിശുദ്ധന്റെ പെരുന്നാളാണോ ആഘോഷിക്കുന്നത്, അത് ആ പരിശുദ്ധന്റെ ജീവിതം ധ്യാനിക്കുവാനും അതിൽ നിന്ന് എന്താണ് നമുക്ക് ആ പാഠങ്ങൾ ഉൾക്കൊള്ളുവാനും വേണ്ടതെന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഇനി അതെ, നമുക്ക് വീണ്ടും കോലകളിലേക്ക് ഒന്നുകൂടെ തിരിച്ചു പോയാലോ? അതെ, അതെ, ഒന്ന് രണ്ട് കോലകളുണ്ട്. നമുക്ക് ലോകർക്ക് ഉപകാരം ചെയ്യുന്ന മഹാനിധിയാകും എന്നുള്ള ആ ഒരു കോലമുണ്ട്. ആ ഒരു ഗീതം നമുക്കൊന്ന് കേട്ടിട്ട് തിരിച്ചു വരാം. ലോകർക്കുപകാരം ചൊരിയുന്ന മഹാനിധിയാകും വാണിജവീര സ്വീകൃതനേ ശ്ലോമോ, രോഗങ്ങളെയാറ്റി ദുഷ്ടാത്മാക്കളെ നീക്കണമേ, നിൻ പ്രാർത്ഥനയാ കൃപ നേടട്ടെങ്ങൾ ബാറക്കുമോ.
സത്യോദ്യോഗസ്ഥ നീതി തികച്ചിക വാഗ്ദത്തം ചെയ്തൊരു നിത്യ ജീവിതമാർജീപ നിർനിദ്രം നോമ്പും പ്രാർത്ഥനയും പീഡയുമേറ്റോ മാർത്തോമാതൻ സ്മൃതിയിൽ സ്തുതിമാശിക മുറിയോറാഹിൻ മലൈനു ആധാരേ. അപ്പൊ ഈ ഒരു കോലോയിൽ പറഞ്ഞത് എന്താണ്? രോഗങ്ങളെ ആറ്റി ദുഷ്ടാത്മാക്കളെ നീക്കണമേ, നിൻ പ്രാർത്ഥനയാൽ ഞങ്ങൾ കൃപ നേടട്ടെ. അപ്പൊ ഈ ഒരു ഗീതത്തിൽ പറഞ്ഞ വാണിജ്യ വീര, സത്യോദ്യോഗസ്ഥ, ഇങ്ങനെയൊക്കെയുള്ള വാക്കുകളുണ്ട്. ഇത് എന്താണെന്ന് ആൽബിക്ക് മനസ്സിലായോ? എന്താണ് ഈ സത്യോദ്യോഗസ്ഥൻ? ആരാണ് ഈ വാണിജ്യ വീരൻ? മത്തായിയുടെ സുവിശേഷം 13:45 പറയുന്ന കർത്താവ് പറഞ്ഞ ഒരു ഉപമയുണ്ട്. ബുദ്ധിമാനായ വ്യാപാരി വിലയേറിയ ഒരു മുത്ത് കണ്ടെത്തിയിട്ട്, അത് ആ ഭാഗമല്ലേ? അതെ അതെ, വാണിജ്യ വീരൻ എന്ന വാക്കിന്റെ അർത്ഥം. അതെ 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 അതെ, ആ വാണിജ്യ വീരൻ എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം ബുദ്ധിമാനായ വ്യാപാരി എന്നാണ്. അപ്പൊ അവിടെ പറയുന്നത് കർത്താവ് പറഞ്ഞ ഉപമയാണ്. ബുദ്ധിമാനായ വ്യാപാരി വിലയേറിയ ഒരു മുത്ത് കണ്ടെത്തിയിട്ട് തനിക്കുള്ളതെല്ലാം വിറ്റ് ആ മുത്ത് വാങ്ങി. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 13:45 വാക്യമാണ്. അപ്പോ അതാണ് അവിടെ പറയുന്നത്. അപ്പൊ അതിന്റെ അടുത്ത വരികളാണ് കൂടുതലായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അവിടെ പറയുന്നത് നിർനിദ്രം നോമ്പും പ്രാർത്ഥനയും പീഡയുമേറ്റ മാർത്തോമാ തൻ സ്മൃതിയിൽ സ്തുതി മഷിഹ എന്ന് പറഞ്ഞാൽ ഉറക്കം തന്നെ വെടിഞ്ഞിട്ട് നോമ്പും പ്രാർത്ഥനയും പീഡകളും ഏറ്റ ഈ പരിശുദ്ധന്മാരുടെ പ്രാർത്ഥന, അവരുടെ ഓർമ്മയിൽ നിനക്ക് സ്തുതി മെസ്സിഹാ തമ്പുരാനെ എന്നാണ് നമ്മൾ പാടുന്നത്. അപ്പോ എന്താണ് ഈ നോമ്പിന്റെയും പ്രാർത്ഥനയുടെയും ഉപവാസത്തിന്റെയൊക്കെ പ്രാധാന്യം എന്ന് നമുക്ക് കാണാം. നമ്മളിപ്പോ വിശുദ്ധ നൊയമ്പിന്റെ സമയമാണ്. ദൈവാരാധനയെ സ്നേഹിക്കുന്നവർ, അവർക്ക് അതിന്റെ ദൈവാരാധനയെ സ്നേഹിക്കുക, പ്രാർത്ഥനയിൽ നിരന്തരമായിട്ട് ഉറ്റിരിക്കുക, ഇവരൊക്കെ അതുകൊണ്ടാണ് പരിശുദ്ധന്മാർ അത്രമേൽ ദൈവവുമായിട്ട് അടുത്തിരിക്കുന്നത്. ഇപ്പം പരിശുദ്ധാത്മാവിന്റെ കിന്നരം എന്നറിയപ്പെടുന്ന സുറിയാനി സഭയുടെ സഭാപിതാവുണ്ട്, നമ്മുടെ മാർ അപ്രൈം. അദ്ദേഹം എഴുതിയ വളരെ മനോഹരമായ ഒരു ഗീതമുണ്ട്, അഖിലം ഞാൻ ആരാഞ്ഞിട്ടും. നമ്മൾ സൂതാറ നമസ്കാരത്തിൽ ചൊല്ലുന്ന ഒരു ഗീതമാണത്. അഖിലം ഞാൻ ആരാഞ്ഞിട്ടും ഭയത്തെ മികച്ചൊന്നും ഞാൻ കണ്ടില്ല. അത് തങ്കത്തേക്കാൾ ശ്രേഷ്ഠവും തേനിനേക്കാൾ മധുരവുമാണ് ഈ ദൈവത്തിനുള്ള ഭക്തി. 19 സങ്കീർത്തനം 10 വാക്യമാണ്. അപ്പോൾ പ്രാർത്ഥനയുടെ അപാരമായ ശക്തിയും ബലവുമാണ് ഈ ഗീതത്തിൽ നമ്മൾ കാണുന്നത്. ആ ഗീതം നമുക്കൊന്ന് കേൾക്കാം. വളരെ മനോഹരമായിട്ട് നമ്മുടെ പ്രിയപ്പെട്ട സാം തോമസ് ചെയ്ത ഒരു മ്യൂസിക്കിലാണ് നമ്മളത് കേൾക്കാൻ പോകുന്നത്.